പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. 2002 നടന്ന ഗുജറാത്ത് കലാപം മുഖ്യ പ്രമേയങ്ങളിലൊന്നായി വരുന്നു എന്നതാണ് ഈ സിനിമയെ ഇത്രയും വിവാദമാക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. 2002 ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ വംശഹത്യ നടന്നത് നരോദ്യ പാട്ടീലായിരുന്നു. അതിന് നേതൃത്വം നൽകിയ ബാബു ബജ്രംഗി എന്ന വ്യക്തിയാണ് എമ്പുരാൻ സിനിമയിലും പ്രധാന വില്ലനായി വരുന്നത്. ഈ കലാപത്തിലെ വംശഹത്യക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയും കഥാപാത്രങ്ങളായി വരുന്നു എന്നത് എമ്പുരാൻ പല വിധത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണങ്ങളിലൊന്നാണ്. എന്തായിരുന്നു 2002 നരോദ്യ പാട്ടിയിൽ നടന്നത്? 97 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്നത്തെ VHPയുടെ നേതാവും MLAയുമായ മായ കൊട്നാനിയാണ് ഈ വംശഹത്യക്ക് നേതൃത്വം നൽകിയത്. മുസ്ലിങ്ങൾ തിങ്ങിത്താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തെ ആയിരക്കണക്കിന് ഹിന്ദുത്വ തീവ്രവാദികൾ വളഞ്ഞ് ബാബു ബജ്രംഗിയുടെ നേതൃത്വത്തിൽ നിഷ്ഠൂരമായി അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ടു. ഗർഭിണികൾ അടക്കമുള്ളവർ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ കൊലപ്പെടുത്തിയത്. ഇതെല്ലാം പിന്നീട് 2007 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ചാനലായിരുന്ന ടെഹൽക്ക നടത്തിയ രഹസ്യ ക്യാമറ ഓപ്പറേഷനിൽ മുമ്പിൽ ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കാതെ മായ കൊട്നാനിയും ബാബു ബജ്രംഗിയും ആവേശത്തോടുകൂടി തുറന്നു പറയുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ളൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു. അന്ന് കലാപത്തിന് നേതൃത്വം നൽകിയ പല BJP സംഘപരിവാർ നേതാക്കളെയും വെറുതെ വിടുവാൻ ഈ അന്വേഷണ കമ്മീഷൻ സഹായിച്ചുവെങ്കിലും തെഹൽക്കയുടെ സ്റ്റിൽ ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയതിൻ്റെ പേരിൽ മായ കൊട്നാനിക്കും ബാബു ബജ്രംഗിക്കും രക്ഷപ്പെടാനായില്ല. അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു. മായ കൊട്നാനി 28 വർഷത്തിനായിരുന്നു കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവാണ് ബാബു ബജ്രംഗിക്ക് കോടതി നൽകിയത്. പിന്നീട് ഗുജറാത്തിലെ സർക്കാരിൻ്റെ സഹായത്താൽ മായ കൊട്നാനി മോചിതയാവുകയും അതുപോലെ ബാബു ബജ്രംഗിയെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് പ്രത്യേകം ഇളവ് ചെയ്ത് മോചിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു ചരിത്രം. ഗുജറാത്ത് കലാപത്തെയും എമ്പുരാൻ സിനിമയെയും ഇത്രയും വിവാദമാക്കിയതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്.